ഇപ്പോൾ നമുക്കൊപ്പം ഇന്നലെ യുവനേതാവിനെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ നടത്തിയ റിനി ആൻ ജോർജ് തത്സമയം ചേരുന്നുണ്ട്. റിനി, വെരി ഗുഡ് മോർണിംഗ്. എനിക്കറിയാം ഒരുപാട് ചാനലുകളിൽ നമ്മൾ ഇന്നലെ സംസാരിച്ച കാര്യം റിനി ആവർത്തിച്ചിട്ടുണ്ട്. ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും ഇനി കടക്കുന്നില്ല. കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് ഏറെക്കുറെ ബോധ്യമാവുകയും ചെയ്തിട്ടുണ്ട്. ഒന്ന് രണ്ട് ചെറിയ സംശയങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൽ റിനിയുടെ പ്രതികരണം അറിയാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ റിനിയെ ഇതിലേക്ക് ക്ഷണിച്ചത്. ആദ്യം ചോദിക്കട്ടെ, റിനി അഭിമുഖങ്ങളൊക്കെ കൊടുത്ത് തളർന്നോ? ഭയങ്കര ക്ഷീണമാണ്. ഞാൻ കണ്ടു റിനി. എന്തായാലും കംഫർട്ടബിൾ ആയിരിക്കും. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഇന്നലെ സംസാരിച്ചതിന് ശേഷം ഞാൻ പോയി ഈ സോഷ്യൽ മീഡിയ തുറന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. കാര്യം റിനി ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടില്ല, റിനി ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ആ വ്യക്തിയുടെ ഒപ്പം നിൽക്കുന്ന ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ വളരെ ശക്തമായ ആക്രമണമാണ് റിനിക്കെതിരെ നടത്തിയത്. അതും മറ്റു ചില നേതാവിൻ്റെ ഫോട്ടോയൊക്കെ ചേർത്തുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം റിനിക്കെതിരെ നടത്തുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഈ സൈബർ ആക്രമണങ്ങളൊക്കെ കണ്ടപ്പോൾ റിനിക്ക് എന്താണ് തോന്നിയത്? യാതൊരു വിധത്തിലുള്ള ഭയവും ഇല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത്. കാരണം ഇത് ഞാൻ ഈ ഒരു രീതിയിൽ, അതായത് ഈ രീതിയിൽ സൈബർ അറ്റാക്ക് ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കി തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിനെ ഒരു വലിയൊരു വിഷയമായിട്ട് കാണുകയോ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഭയപ്പെട്ട് പിന്മാറുമെന്നോ അത്തരത്തിലുള്ള ആളുകൾ വിചാരിക്കേണ്ട കാര്യമില്ല. ആ രീതിയിൽ ഭയപ്പെടുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. റിനി, ഞാനൊന്ന് ഓപ്പണായി ചോദിക്കുക. കാര്യം ഒരുപാട് പ്രേക്ഷകർക്ക് സംശയമുണ്ടാവും. തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരുന്നിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പല താരങ്ങളും രംഗപ്രവേശം ചെയ്യും. അപ്പോൾ പല പേരുകൾ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ടല്ലോ, പല ആരോപണങ്ങളുമായിട്ട്. സ്വപ്ന സുരേഷിൻ്റെ കഥ നമുക്കറിയാം. അതേപോലെ സോളാർ കേസുമായി ബന്ധപ്പെട്ട് സരിതയുടെ പേര് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ താങ്കളുടെ പേര് ഇവരുടെയൊക്കെ പട്ടികയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ താങ്കൾ ആരോപിച്ച അല്ലെങ്കിൽ ആരോപിക്കുന്ന ആ വ്യക്തിയുടെ PR ടീമുകൾ സൈബർ ആക്രമണം നടത്തുന്നത്. റിനി, ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി റിനി ഉയർത്തിയ ഒരു ആരോപണമാണോ ഇത്? ഒരു കാരണവശാലും അല്ല. തെരഞ്ഞെടുപ്പാണെന്നുള്ള കാര്യം പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത് ഈയിടെ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനെപ്പറ്റിയുള്ള വാർത്തകളും കാര്യങ്ങളും വന്നപ്പോൾ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ പ്രതികരിക്കണോ വേണ്ടോ എന്ന് ഞാൻ ചിന്തിക്കുകയും ആ സമയത്ത് ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ അതിൽ സ്ത്രീകളുടെ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാനത് സന്ദർഭവശാൽ പറഞ്ഞു പോയൊരു കാര്യം മാത്രമാണ്. സത്യം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ആണെന്ന് പോലും ഞാൻ അങ്ങനെ ആലോചിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത എന്ന് പറയുന്നത്. ഞാൻ സ്ത്രീകളുടെ വിഷയവും പ്രശ്നങ്ങളും ആ രീതിയിൽ മാത്രമേ അതിനെ ചിന്തിച്ചിട്ടുള്ളൂ. ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊരു വല്ലാത്ത രീതിയിൽ ഇവർ വ്യാഖ്യാനിക്കുവാണ്. ഞാൻ ആക്ച്വലി പേരും പറഞ്ഞിട്ടില്ല, പ്രസ്ഥാനത്തെ കുറിച്ചും പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ അറ്റാക്ക് എന്ന് പറയുന്നത് അവര് നടത്തി ആ രീതിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ള രീതിയിലേക്ക് വരാൻ പാടില്ല എന്ന് മാത്രം. റിനി, ചില ആളുകൾ പറയുന്നത് താങ്കൾ സംസാരിച്ചപ്പോൾ തെളിവുകൾ താങ്കളുടെ കയ്യിലില്ല എന്ന് പറയുന്നു. തെളിവിലില്ലാതെ വന്നിരുന്ന് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്നാണ് ചില ആളുകൾ സംശയം ചോദിക്കുന്നത്. റിനി, അല്ല, ഞാൻ ചോദിക്കുന്നത് ഞാൻ മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി ഇങ്ങനെ സംസാരിച്ചൊരു വിഷയമല്ല. ഞാനത് ഒരു ഇന്റർവ്യൂവിൻ്റെ ഇടയിൽ എനിക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് നടത്തിയ ഒരു സംഭാഷണത്തിൽ എല്ലാവരും വന്ന് എൻ്റെ അടുത്തേക്ക് വന്ന് ഇതിനെക്കുറിച്ച് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഞാനൊരു പത്രസമ്മേളനം നടത്തിയിട്ടില്ല. ഞാനിങ്ങനെ വന്നൊരു പത്രസമ്മേളനം നടത്തുമല്ല. പിന്നെ എൻ്റെ കയ്യിൽ തെളിവുകളുണ്ടോ തെളിവുകളില്ലേ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ. ഈ ചാറ്റുകളൊക്കെ ടെലിഗ്രാം വഴിയായിരുന്നു എന്ന് ഇന്നലെ നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഇയാളുടെ ഒരു പതിവ് രീതി ഇങ്ങനെയാണെന്നാണോ റിനി മനസ്സിലാക്കുന്നത് മറ്റാളുകൾ പറഞ്ഞതിൽ നിന്ന്? പൊതുവില് തെളിവ് നശിപ്പിക്കുന്ന രീതിയിലാണ്. ഒരു ഭയങ്കര ക്രിമിനൽ മൈൻഡ് ആണല്ലോ. അപ്പൊ തെളിവ് നശിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ. ഇതിൽ റിനി പ്രതികരണം നടത്തിയതിനു ശേഷം പിന്തുണ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും റിനിയെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടോ? പലരും നമ്മുടെ സുഹൃത്തുക്കളും പരിചയമുള്ളവരൊക്കെ നമ്മളെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഒരു പിന്തുണയുണ്ട്, ഭയപ്പെടണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും. നിങ്ങൾ യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളായിരുന്നോ റിനി? അതായത് ഈ നേതാവുമായിട്ട് റിനിക്കൊരു സൗഹൃദം ഉണ്ടായിരുന്നോ? ആദ്യ സമയങ്ങളിൽ ഉണ്ടായിരുന്നല്ലോ, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നല്ലോ. അങ്ങനെയാണല്ലോ ഈ രീതിയിൽ വരുന്നത്. മീൻസ് ഞാൻ ഉദ്ദേശിച്ച ആദ്യമേ തന്നെ ഇത് തുടങ്ങി. പക്ഷെ എന്നാലും പിന്നീട് ആ രീതിയിലല്ല എന്നുള്ള പറഞ്ഞ് വീണ്ടും സൗഹൃദത്തിന് ശ്രമിക്കുകയും വരികയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഞാൻ ഇന്നലെ ഈ വിഷയത്തെക്കുറിച്ച് എല്ലാം വളരെ വ്യക്തമായിട്ട്
പറഞ്ഞതാണ്. എനിക്ക് അതിൽ കൂടുതൽ ഇനി ഒന്നും പറയാനില്ല. എനിക്ക് ഇവർ പറയാനുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ സൈബർ അറ്റാക്ക് ആണ്, ഇപ്പൊ നടക്കുന്ന സൈബർ അറ്റാക്ക്. പിന്നെ വേറൊരു വിഷയം എന്താന്ന് വെച്ചാൽ ചില പെൺകുട്ടികൾ എൻ്റെ അടുത്ത് മെസ്സേജ് ചെയ്യുകയും എൻ്റെ അടുത്ത് വരികയും ചെയ്യുന്നുണ്ട്. ഐ മീൻ ആ രീതിയിൽ ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അവർ പറയുന്നത് ഇതേ പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പ്രശ്നങ്ങൾ ഇയാളിൽ നിന്ന് ഫേസ് ചെയ്തു, ഇയാളൊരു ക്രിമിനൽ ആണ് എന്ന തരത്തിൽ വരെ എന്നോട് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. പാലക്കാട് നിന്നും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ രാജി ആവശ്യപ്പെട്ടു എന്ന തരത്തിലുള്ള ചില റൂമറുകളൊക്കെ വരുന്നുണ്ട്. അത് നമ്മൾ സ്ഥിരീകരിച്ചിട്ടില്ല, അത് സ്ഥിരീകരിക്കേണ്ടതാണ്. താങ്കളുടെ വെളിപ്പെടുത്തൽ കൊണ്ടൊരു ജനപ്രതിനിധി രാജിവെക്കുന്ന അവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് റിനി? അതിനെക്കുറിച്ച് എനിക്കറിയില്ല, എന്താണ് സംഭവിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിന്റെ കാര്യങ്ങൾ എനിക്കറിയില്ല. അത് അതായത് ഞാൻ എന്റെ ഭാഗം അയാൾക്കെതിരെ ഒരു നടപടി ആവശ്യമാണ് എന്നാണോ റിനി ഇപ്പോഴും കരുതുന്നത്? ഞാൻ പറഞ്ഞല്ലോ, അയാൾ അർഹനല്ല, രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പോലും അർഹനല്ല എന്നുള്ളതാണ്. നടപടി വേണോ വേണ്ടേ എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. ആ പ്രസ്ഥാനത്തിന്റെ ധാർമ്മികത അവരാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്. ഞാൻ എൻ്റെ വിഷയം പറഞ്ഞിരിക്കുന്നു. ഇത് എൻ്റെ മാത്രം വിഷയമല്ല, ഒരുപാട് സ്ത്രീകളുടെ വിഷയമാണ്. ഒരുപാട് സ്ത്രീകൾ അവർ തന്നെ ഫോറങ്ങളിൽ സംസാരിക്കുന്നുമുണ്ട്. അപ്പൊ അതനുസരിച്ച് അവരെന്താന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ എന്നുള്ളത്. ഇനി ഇത് ഞാൻ ഈ ചോദിക്കുന്നതിന്റെ കാര്യം, ചില നേതാക്കൾ അത് പറയുന്നത് ഇവർ പേര് പറയാതെ ഞങ്ങൾ എങ്ങനെയാ പ്രതിഷേധിക്കുക എന്ന് പറയുന്നു. അതേസമയം BJP പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഉദ്ദേശിച്ചാണ് റിനി പറഞ്ഞിരിക്കുന്നത് എന്നാണ്. അതെന്തുമാവട്ടെ, റിനി ആ പേര് പറയാൻ ഇപ്പോൾ ആഗ്രഹിക്കാത്തിടത്തോളം കാലം ഞാൻ നിർബന്ധിക്കുന്നില്ല. അത് സ്വാഭാവികമായ പ്രസ്ഥാനത്തോടുള്ള റിനിയുടെ താല്പര്യം കൊണ്ടായിരിക്കാം. ആ പ്രസ്ഥാനത്തിനൊരു ചീത്തപ്പേരുണ്ടാവരുത്. പക്ഷേ ഇതിനകം തന്നെ ഒരു ഡാമേജ് ഉണ്ടായി കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു പരിധിവരെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഷാഫി പറമ്പലിനെ പോലെയുള്ള നേതാക്കളൊക്കെ ഉണ്ടല്ലോ, ഇദ്ദേഹത്തെ സംരക്ഷിച്ചു പിടിച്ചു നിർത്തിയ നേതാക്കൾ, VD സതീശനെ പോലെയുള്ള നേതാക്കൾ. അപ്പോൾ ഇവരൊക്കെ താങ്കൾ പരാതി ഉന്നയിച്ചിട്ടും ആ പരാതി കേട്ട ഭാവം നടിച്ചില്ലെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഞാൻ ഒരു നേതാവിൻ്റെയും പേരുകൾ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഇന്നാള് എന്നുള്ളത്. പലരും അതായത് പ്രമുഖരായി നിൽക്കുന്ന പല ആൾക്കാരും നമ്മുടെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ രാഷ്ട്രീയത്തിൽ മാത്രമല്ല എവിടെയും ഈ പ്രശ്നങ്ങളുണ്ട്. ഈ ഹൂ കെയേഴ്സ് എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് നിൽക്കുന്നത്. ഇന്ന വ്യക്തി എന്ന് ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഇതിൽ റിനിയ ഹൂ കേസ് എന്ന് പറഞ്ഞതിലാണ് ഇതിനകത്ത് എല്ലാവരും സംശയം രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ തിരിച്ചുവിടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. BJPയുടെ പ്രതിഷേധമൊക്കെ ഇന്നലെ നമ്മൾ അവിടെ കാണുകയും ചെയ്തു. ഇപ്പോൾ ഇതൊരു രാഷ്ട്രീയ വിഷയമായിട്ട് മാറി. ഹണി ഭാസ്കരൻ ഈ പേര് പറഞ്ഞുകൊണ്ട് ഇന്നലെ സോഷ്യൽ പോസ്റ്റ് ഇടുകയും ചെയ്തു. അവർ പറഞ്ഞു അവരെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിച്ചു, അതിനുശേഷം ചാറ്റ് ചെയ്യുക, പിന്നീട് ഇത് മോശമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞിരുന്ന് ആഘോഷിക്കുക, ഇതാണ് ഇയാളുടെ രീതി എന്ന് പറയുന്നു. അതൊരു പെർവേർട്ടിൻ്റെ മൈൻഡ് അല്ലേ യഥാർത്ഥത്തിൽ റിനി? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ ഇന്ന വ്യക്തി എന്നുള്ള രീതിയിലേക്ക് പറയുന്നില്ല. പക്ഷെ ഈ ഒരു ടൈപ്പ് രീതി എന്ന് പറഞ്ഞൊരു പെർവേർട്ട് മൈൻഡ് തന്നെയാണ് തീർച്ചയായിട്ടും. അതിനെ അങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ. ഈ രീതിയിലൊരു സൈക്കോ രീതിയിൽ പെരുമാറുന്നു എന്നുള്ളത്, ഒരുപാട് സ്ത്രീകളെ അപ്രോച്ച് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത്. റിനി, ചുരുക്കത്തിൽ സൈബർ അറ്റാക്ക് ഇനി തുടരുകയാണെങ്കിൽ ഞാൻ പേര് വെളിപ്പെടുത്തേണ്ടി വരും എന്ന നിലപാടിലാണോ റിനി ഇപ്പോഴുള്ളത്? അല്ല, ആ രീതിയിൽ ട്രിഗർ ചെയ്ത് മുന്നോട്ടേക്ക് പോകരുതെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാനിപ്പോൾ വളരെ സൗമ്യമായിട്ട് നിൽക്കുകയാണ്. ഞാൻ ഒരു പ്രസ്ഥാനത്തിനെയും ഒരു വ്യക്തിയെയും തേജോവധം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അവർ ചിന്തിക്കുക, അവർ മാറി ചിന്തിക്കുക എന്നുള്ളത് മാത്രമേ എനിക്കുള്ളൂ. ഞാൻ ആരെയും അധിക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ അധിക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് പറയാമായിരുന്നു. പിന്നെ ഈ ഇലക്ഷൻ വരുന്ന ഒരു ഘട്ടത്തിൽ ഞാൻ ആർക്കെങ്കിലും വേണ്ടി നിൽക്കുന്നു എന്നുള്ളൊരു ആരോപണം വരണ്ട. മനസ്സിലായില്ലേ? ഒരാളെയും ഞാൻ അധിക്ഷേപിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. റിനി, ഒരു കാര്യം കൂടി, റിനിയെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം, നമ്മൾ പലതരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾ വന്നെങ്കിലും ഈ നേതാവിനെതിരെ നേരത്തെ ആരോപണങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ടെങ്കിലും അന്നെല്ലാം ഒരു വലിയ സംരക്ഷണ കവചം ഇയാളെ പിടിച്ച് സംരക്ഷിച്ച് നിർത്തിയിരുന്നു. ആർക്കും ഇയാളെ തൊടാനാവില്ല, ഒന്നും സംഭവിക്കില്ല എന്ന ഒരു കോൺഫിഡൻസ് ആയിരുന്നു ഇയാൾക്ക്. പോയി പറ എന്ന് റിനിയോട് പറഞ്ഞ കോൺഫിഡൻസും ഇതാണ്. ആ കോൺഫിഡൻസിനാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മുറിവേറ്റിരിക്കുന്നത്. ആ സംരക്ഷണത്തിൻ്റെ കവചം റിനി പൊട്ടിച്ചു എന്ന് തോന്നുന്നുണ്ടോ? എനിക്കതിനെക്കുറിച്ച് അറിയില്ല. അതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത് അറിയണം, എങ്ങനെയാണെന്നുള്ളത്. തീർച്ചയായിട്ടും ഒരു കോൺഫിഡൻസിന് അത് തന്നെയാണ് എന്നെ ഹേർട്ട് ചെയ്തിട്ടുള്ളൊരു വിഷയം. അതായത് എന്ത് ചെയ്താലും ഒന്നും സംഭവിക്കില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് നമ്മളെ സമൂഹത്തെ പോലെ ഒരു വിഡ്ഢിയാക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതിനെ ഒരിക്കലും ഉൾക്കൊള്ളാൻ എനിക്ക് കഴിഞ്ഞില്ല.
ആ സെന്റൻസുകൾ ഇപ്പോഴും എൻ്റെ മൈൻഡിൽ ഇങ്ങനെ നിൽക്കുവാണ്. ഏതെങ്കിലും തരത്തിൽ കൂടുതൽ ആ സംരക്ഷണത്തിനെ പൊളിക്കാൻ കഴിഞ്ഞു വെച്ചാൽ അതെനിക്കറിയില്ല. ഓക്കെ, രാഹുൽ മാങ്കൂട്ടത്തിലോ മറ്റേതെങ്കിലും നേതാക്കളോ താങ്കൾക്കെതിരെ ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്താൽ താങ്കൾ എങ്ങനെ നേരിടും? അതപ്പോൾ നോക്കാം, എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അതിൽ ഭയമില്ല? ഞാനൊന്നിലും ഭയപ്പെടുന്നില്ല. അപ്പോൾ ധീരമായി മുന്നോട്ട് പോയിക്കോളൂ. ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ തുറന്നു പറയുക. എന്തായാലും ഒരു കാര്യം റിനി വെളിപ്പെടുത്തുന്നു, ഇതിനു പിന്നിൽ റിനിക്ക് പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങളില്ല, മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാക്കളില്ല എന്ന് റിനി ഉറപ്പിച്ചു തന്നെ പറയുന്നു. ഒരിക്കലുമില്ല, ഒരു വിധത്തിലുമില്ല. സത്യം പറഞ്ഞ ഒരാൾക്കും ഇത് അറിയില്ല. നമ്മളിത് പറയുമ്പോൾ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഞാൻ അങ്ങനെ ഒരു രാഷ്ട്രീയ ഇന്റൻഷൻ ഇല്ല. ഞാനൊരു സ്ത്രീ എന്ന നിലയിൽ സ്ത്രീകളുടെ പ്രശ്നം എന്ന് മാത്രമാണ് ഇതിനെ കാണുന്നത്. വെറുതെ ആവശ്യമില്ലാതെ അത് രാഷ്ട്രീയമായിട്ട് കൂട്ടിച്ചേർത്ത് പല നേതാക്കന്മാരുടെ കൂടെയുള്ള ഫോട്ടോസ് അവിടെയും ഇവിടെയും പ്രചരിപ്പിച്ച് ആവശ്യമില്ലാത്ത രീതിയിലേക്ക് ഇത് കൊണ്ടുപോവാണ്. റൈറ്റ്, ഓക്കെ, താങ്ക് യു റിനി പ്രതികരിച്ചതിൽ. നമുക്ക് നോക്കാം ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന്. എന്തായാലും ആ പ്രതികരണം വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും റിനി എന്താണ് കുത്തിപ്പൊട്ടിക്കാൻ ശ്രമിച്ചത് ആ സംരക്ഷണത്തിൻ്റെ വലിയ കുമിളയാണ്. താങ്ക് യു റിനി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റിനി പറഞ്ഞത് പ്രേക്ഷകർ ശ്രദ്ധിച്ചു കേട്ടല്ലോ. റിനിക്ക് പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങളില്ല. റിനി ഏതെങ്കിലും തരത്തിൽ വ്യക്തികളുടെ താല്പര്യപ്രകാരമല്ല. റിനി ഇനി തന്നെ ട്രിഗർ ചെയ്താൽ അത് പറയേണ്ടി വരുന്ന പേര് നേരിട്ട് പറയേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് വരും. വളരെ വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ അറ്റാക്കുകൾ മറ്റ് നേതാക്കളുടെ ഫോട്ടോയൊക്കെ ചേർത്ത് പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാണ് റിനി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് അവർ നിർത്തുക എന്നുള്ളതാണ്. ഒരു കാര്യം നമുക്ക് ഈ സൈബർ പോരാളികളോട് പറയാനുള്ളത്, നിങ്ങളുടെ പോരാട്ടം ആരെ സംരക്ഷിക്കാനാണ് എന്ന് നിങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ. ഒരു പെൺകുട്ടി ഒരു സമൂഹത്തിൽ വന്ന് തന്നെ നിരന്തരം അശ്ലീല ചാറ്റുകൾ അയച്ച് ഹോട്ടൽ മുറിയിലേക്ക് ക്ഷണിച്ച ഒരു യുവ നേതാവായ ജനപ്രതിനിധിക്ക് വേണ്ടി കൂലി എഴുത്തുകാരായിട്ട് ഇറങ്ങിയിരിക്കുന്ന എല്ലാ സൈബർ പടയാളികളുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക്, നിങ്ങൾ ആർക്കു വേണ്ടിയാണ് അത് ചെയ്യുന്നത് എന്നത് മാത്രം ആലോചിച്ചാൽ മതി. അത് പ്രസ്ഥാനത്തിനു വേണ്ടിയല്ല എന്നത് ഉറപ്പാണ്.